യഥാർത്ഥത്തിൽ ഈ ബന്ധനം എന്ന് പറയുന്നതുണ്ടോ? എന്താണ് ഈ ബന്ധനം? ബന്ധനം എന്ന് പറയുന്നത് നമുക്ക് തോന്നും ബന്ധനം ഇല്ലെന്ന് തോന്നും. ബന്ധനം എന്ന് പറഞ്ഞാൽ സാത്താൻ ഒരാളെ സാത്താൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അയാൾ ഉപയോഗിക്കാൻ വേണ്ടി സാത്താൻ അയാളെ കെട്ടി നിർത്തുന്നതിനെയാണ് നമ്മൾ ബിബ്ലിക്കലിൽ ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 18 വർഷം ഒരു സ്ത്രീ കൂനിയായിരുന്നു. അപ്പോൾ ആ കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈശോ സുഖപ്പെടുത്തിയത് വെച്ചുകൊണ്ട് തർക്കിക്കുന്ന സമയത്ത്, അതായത് പള്ളിയിലെ സിനഗോഗ് അധികാരിയും ഈശോയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകും. ആ തർക്കം ഉണ്ടാകുന്ന സമയം എന്താണ് തർക്കത്തിൻ്റെ കാരണം അറിയാലോ? കാരണം അന്ന് സാബത്ത് ദിവസമായിരുന്നു. സാബത്ത് ദിവസം ഈ കൂനിയായി ഒരാളെ നിവർത്തുക അതൊരു ജോബായിട്ട് അവർ കണക്ക് കൂട്ടി. അപ്പോൾ ആ സമയത്ത് ജീസസ് പറയുന്ന മറുപടിയിൽ ഈ ബന്ധനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാളയോ കരുതിയോ കിണറ്റി വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ട് വരാറില്ലേ? അതിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് വരാറില്ലേ? അപ്പോൾ ആ ഒരു കാളയെ മൂക്കുകയറിട്ട് ആ യജമാനൻ തൻ്റെ ഇഷ്ടത്തിന് കുഴി വീണാലും പൊക്കിയെടുത്ത് പോയി അതിനെ സുരക്ഷിതമായിട്ട് കൊണ്ട് കെട്ടത്തില്ലേ? അതേപോലെ അതേ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ലേഡിയ അബ്രാമിൻ്റെ മകളാണ്. ഇവളെ സാത്താൻ 18 വർഷം ഇതുപോലെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 18 വർഷം ഇവളെ ഈ കാളയ യജമാനൻ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ 18 വർഷം ഈ കൂനിയായ സ്ത്രീയെ പിശാച് സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് നടന്നു. ആ കൊണ്ട് നടക്കുന്നതിനെയാണ് കെട്ടുക, ബന്ധിക്കുക എന്ന് പറയുന്നത്. അന്ധകാര ശക്തി ബന്ധിക്കുക എന്ന് പറയുന്നത്. ഈ പിശാചിൻ്റെ ബന്ധനമാണ് അവിടെ അഴിഞ്ഞു പോയതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ. എന്താ കാരണം? ഇവളെ പിശാച് ബന്ധിച്ചിരിക്കുമായിരുന്നു, ഞാൻ ഇവളെ അഴിച്ചു വിടേണ്ടതില്ലേ? അപ്പോൾ ബന്ധനം അഴിക്കുക എന്ന് പറയുന്ന ഒരു വേർഡ്സ് തന്നെ ആ വചനത്തിൻ്റെ അകത്താണ് ഉള്ളത്. ഇപ്പോൾ ബന്ധനം അഴിച്ചു വിടേണ്ടതില്ലേ? ഇതാണ് ബന്ധനമോചനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം നമ്മൾ അറിയാതെ, ആ കൂനിയായ സ്ത്രീ അറിഞ്ഞില്ല താൻ പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്നു എന്ന് അറിഞ്ഞില്ല. ഈശോ ഡെലിവറൻസ് ചെയ്തപ്പോഴാണ് അവൾ പോലും അറിയുന്നത് ഇത്രയും നാൾ ബന്ധനത്തിലായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ആ ബന്ധനത്തിൽ നിന്ന് പിന്നെ നമുക്കൊരു വിടുതലിലേക്ക് പോകണമെങ്കിൽ അത് ചിലപ്പോൾ അതിന് കാലാവധി ഉണ്ടോ? ചിലപ്പോൾ പെട്ടെന്നായിരിക്കുമോ? നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം? പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആ വിടുതൽ പെട്ടെന്ന് കിട്ടണം. ഇനി അതിന് എത്ര കാലാവധി ഉണ്ട് എന്നൊക്കെ നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം? ഇത് ഇൻസ്റ്റൻ്റ് ആണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. പിശാചിനെ കുറേശ്ശെ അഴിക്കുന്നതല്ല. ഡെലിവറൻസിൽ പിശാച് അഴിഞ്ഞു പോകും. പക്ഷേ ഇതിൻ്റെ അകത്ത് ചില ഘട്ടങ്ങളുണ്ട്. അവരുടെ മാനസികമായിട്ട് അവരുടെ മുറിവുണ്ടാക്കുന്ന പിശാച് വന്നിട്ട് മാനസികമായി മുറിവുണ്ടാക്കും. അവരുടെ കുടുംബത്തെ മൊത്തം ഡാമേജ് ആക്കി വെക്കും. അവരുടെ ജോലി ഡാമേജ് ആക്കും. പല ടൈപ്പ് ഓഫ് ഡിസ്ട്രോയിഡ് പിശാച് അവിടെ ചെയ്തിരിക്കും. അപ്പം ഒത്തിരി തകർച്ചകളും ഒത്തിരി കഷ്ടതകളും അവിടെ ചെയ്തു വെച്ചിട്ടാണ് ഈ പിശാചിനെ അടിച്ചു പോകുമ്പോൾ ആ പിശാച് മാത്രമാണ് പോകുന്നത്. അവനുണ്ടാക്കിയ മുറിവ് അവിടെ കിടപ്പുണ്ട്, അവനുണ്ടാക്കിയ കഷ്ടത അവിടെ കിടപ്പുണ്ട്, അവനുണ്ടാക്കിയ കുടുംബ ഭിന്നിപ്പ് അവിടെ കിടപ്പുണ്ട്, അവനുണ്ടാക്കിയ കടബാധ്യത അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം അവനുണ്ടാക്കിയത് അവിടെ കിടക്കുക. ഈ പിശാച് മാത്രമാണ് ഡെലിവറൻസിൽ പോകുന്നത്. അപ്പോൾ പിശാച് പോകുന്നതിന് ഇൻസ്റ്റൻ്റാണ്. അപ്പോൾ ഒരു ഡെലിവറൻസ് നടക്കുമ്പോൾ തന്നെ അത് പുറത്തു പോകും. പക്ഷേ ഈ പിശാച് ഉണ്ടാക്കിയ മുറിവുകൾ പോകാനായി ടൈം എടുക്കും. ഈ ടൈം എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ തിരിച്ച് കയറാതെ നോക്കേണ്ടത് ഡെലിവറൻസ് ആയ വ്യക്തിയുടെ കടമയാണ്. ഇവ തിരിച്ചു വന്നാൽ വീണ്ടും ഇത് തന്നെ അവൻ ചെയ്യും. അപ്പോൾ തിരിച്ചു വരാതെ അത് നോക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് നോക്കുന്നത്? സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷവുമായിട്ട് വിശ്വസിച്ച്, കർത്താവിനെ വിശ്വസിച്ച്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച്, രക്ഷകനും നാഥനുമായിട്ടൊക്കെ സ്വീകരിച്ച്, അപ്പോൾ പുതു സൃഷ്ടിയായി അവൻ മാറി അവൻ സ്തുതിപ്പിലും ആരാധനയിലുമായിട്ട് അവന് പോകാം. അവനിപ്പോൾ ഇന്ന ആളുടെ കൂടെ നടക്കണമെന്നൊന്നുമില്ല. അവൻ ആ തലത്തിൽ അവൻ ഈ ജീസസിൻ്റെ കൂടെ ജീവിച്ച് പോയാൽ ഈ പിശാച് തിരിച്ചു വരത്തില്ല. ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് അഴിയുന്നതിന് ചില കാലതാമസം എടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു 16 മാസമാണ് സാധാരണ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ 16 മാസം കൊണ്ടൊക്കെ ചിലവർ വിടുതലിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഡെലിവറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവലം ഒരു 16 മാസം കൊണ്ടൊക്കെ ഇവർ വിടുതലിലേക്ക് വരുന്നതായിട്ട്
കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവരുടെ ആ സമർപ്പണം അനുസരിച്ചാണ്. ചിലവർ സമർപ്പണത്തിൽ പുറകിലോട്ടാണെങ്കിൽ വിടുതൽ ഒത്തിരി താമസിച്ചുകൊണ്ടിരിക്കും. ചിലവർ ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് ജീസസിനെ സമീപിക്കുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ ടൈം എടുക്കും. അവരെപ്പോഴാണോ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവർ ലോകത്തിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിലേക്ക് എപ്പോഴാണ് കൂടുതൽ അവർ കൺവെർട്ട് ആകുന്നത്, ആ സമയമാണ് ഇവർക്ക് വ്യത്യാസം പെട്ടെന്ന് വരുന്നത്. ഇവർ വിശ്വാസത്തിൽ താമസം വരുന്നതിനനുസരിച്ച് അവരുടെ വിടുതലിനും താമസം ഉണ്ടാകും. അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിടുതൽ കിട്ടിയ എത്രയോ പേര് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിടുതൽ കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. വിടുതൽ കിട്ടാത്തവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റോടുകൂടി വരുന്നവരായിരിക്കത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗിലൊക്കെ ആയിരിക്കും അവർ, ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്തിട്ടായിരിക്കും അവർ വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് താമസം നേരിടുന്നത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ജീസസിൻ്റെ കൂടെ നടക്കുവാണെങ്കിൽ പെട്ടെന്ന് വിടുതലുണ്ടാകും.